ഇത് ഗുരുഗ്രാമിലെ ബഞ്ചാര മാർക്കറ്റാണ്. ബഞ്ചാര മാർക്കറ്റ് ഇവിടെ ഗുരുഗ്രാമിലെ സെക്ടർ 53-ലാണ് വരുന്നത്. 53-ൽ മെട്രോ, നമ്മുടെ 54 മെട്രോ ചോക്കുന്ന വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇതിന്. ഡൽഹിയിൽ നിന്നാണെങ്കിൽ വരുമ്പോഴത്തേക്ക് ഒരു 25-30 കിലോമീറ്റേഴ്സ് വേണ്ടി വരും. നമ്മൾ രാജീവ് ചോക്കുന്നൊക്കെ വരികയാണെങ്കിൽ ബൈ മെട്രോ വരാം, ബൈ കാറും വരാം. ഇവിടെ ഉള്ളത് സിറാമിക് ഐറ്റംസാണ്. സിറാമിക് പ്ലേറ്റ്സ്, കപ്സ്, അത് ഒരുപാടുള്ള കാർപ്പറ്റ്സ്, റഗ്സ്, വാൾ ഹാങ്ങിങ്സ്, ലാൻഡ്രൈൻ, ടേബിൾ, വുഡൻ ഫർണിച്ചറുമുണ്ട് ഇതിനകത്ത്. കുറേ ഐറ്റംസ്. പക്ഷേ ഇതിനുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങളും റിജക്റ്റഡ് ഐറ്റംസാണ്. അതുകൊണ്ട് വളരെ ലാഭത്തിന് കിട്ടും നമുക്ക്. ഇവിടെ നിന്ന് മാർക്കറ്റ് ചെയ്യാൻ കുറച്ചൊരു കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഞാൻ കാണിക്കാമില്ല. പക്ഷേ നല്ല ബാർഗൈനിങ് ഉണ്ട്. ബാർഗൈനിങ് മാത്രമല്ല, നമ്മൾ സാധനം വാങ്ങിക്കാനാണെങ്കിൽ നന്നായിട്ട് നോക്കിയെടുക്കണം. ഒരുപാട് ഡാമേജ് പീസുകളാണ് കൂടുതലും ഇരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയെടുക്കണം. പക്ഷേ എന്തായാലും ഒരു ലാഭമുണ്ട്. ലാഭത്തിന് വാങ്ങിക്കാം. നമുക്ക് കാണാം. ഞാൻ കുറേ കാണിച്ചു തരാം. ഈ ബഞ്ചാര മാർക്കറ്റിൽ കൂടുതലും ഉള്ളത് ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നവരൊക്കെ ഇത് വന്ന് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ ഈ ഏരിയയിൽ ഇവരിത്രയും ലാർജ് സ്കെയിലിൽ ഇങ്ങനെ വന്നത് ഈ അടുത്ത കാലത്താണ്. ഇതിന് മുമ്പൊക്കെ ഒരു ഫുട്പാത്തിലൊരു 50 മീറ്റർ ഫുട്പാത്തിലൊക്കെ ഇടുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷേ ഈ അടുത്ത കാലത്തെന്ന് വെച്ചാൽ ഒരു 1.5 വർഷം മുമ്പ്, 2 years എന്ന് പറയാം, ഈ ഏരിയ മൊത്തം കവർ ചെയ്ത് അത് ഗവൺമെൻറ് തന്നെ എനിക്ക് തോന്നുന്നു വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. ഇവർക്ക് റെൻ്റൊന്നും കൊടുക്കണ്ട. ഈ ബഞ്ചാരാസ് എന്ന് പറയുന്ന ട്രൈബ്സാണ് മൊത്തം ഇവിടെ ഉള്ളത്. ഇവർ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നായിരിക്കും സെക്കൻഡ്സ് വരുന്ന സാധനങ്ങളോ റിജക്റ്റഡ് ഗുഡ്സോ ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ചില സാധനങ്ങളൊക്കെ അതിൽ നല്ല സാധനങ്ങൾ കിട്ടും. പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം. നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് ഇതിൽ കാണും. എന്നാലും ലാഭമാണെങ്കിൽ നമുക്ക് നല്ല ബാർഗൈനിങ് ആണ്. ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കാൻ അറിയാവുന്നവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്ന കട്ടിംഗ് പ്ലേറ്റ്, വുഡൻ ഐറ്റംസ് ഇല്ലേ, ഇത് നോർമലി ഒരു അവരുടെ അടുത്ത് ഇപ്പോൾ വില ചോദിച്ചാൽ ഒരു 600-500 ഒക്കെ പറയും. പക്ഷേ ഒരു മീഡിയം സൈസിലുള്ളത് ഒരു 150-200 അവർ തരും. 100 കിട്ടും. ഇപ്പോൾ ബൾക്ക് ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ കുറേ പേരൊക്കെ വന്ന് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകും. അതിന് ഷോപ്പിലേക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. അവർക്കൊക്കെ ഒരു 50 rupees വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർ. പക്ഷെ നമ്മൾ അല്ലാതെ ഒരു പീസായിട്ടൊക്കെ ചോദിച്ചാൽ ആ റേറ്റിന് തരില്ല. പിന്നീട് ഇത് പ്ലാനൽസ് ഒരുപാടുണ്ട്. ഒരുപാട് വെറൈറ്റി പ്ലാനൽസ് അവിടെ ഇരിപ്പുണ്ട്. ഡിവൈഡേഴ്സ്, റൂം ഡിവൈഡർ. ഇത് കുഷനാണ്. ഈ വാൾ ഹാങ്ങിങ് ഗോൾഡൻ കളറിലിരിക്കുന്ന അതിന് ഏകദേശം ഒരു അവർ വില പറയുന്നത് ഒരു 3000 ഒക്കെ പറയും. പക്ഷേ ഒരു 1000 rupees തരും. പോട്ട് സ്റ്റാൻഡ്, പ്ലേറ്റ്, ആ വലിയ പ്ലേറ്റൊക്കെ 200 ആയിരിക്കും. അതിൽ 150-100 റേറ്റിന് കിട്ടും. ഈ കപ്പുകൾ ഒരു 60 rupees നല്ല കപ്പ് 30 തൊട്ട് കിട്ടും. 30-35 rupees കപ്പ് കിട്ടും. ഇത് കുഷൻ. ഈ കാർപ്പറ്റും റഗ്സിലൊക്കെ യൂസ്ഡുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പക്ഷെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. മിറർ ഫ്രെയിംസ്, ഈ മിററിനൊക്കെ ഒരു 1000 rupees കൊടുത്താൽ തരും.
മ്- ഇത് ഇതൊക്കെ നല്ല പീസുകൾ ഉണ്ട് ഇതിൽ ഒരുപാടും. പിന്നെ ഡാമേജ് എന്ന് പറഞ്ഞാൽ വലിയ ഡാമേജ് ആയിരിക്കില്ല, ചെറിയ ചെറിയ ഡാമേജാണ്. നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നിന്ന് നോക്കി എടുക്കാൻ പറ്റും. ഇത് വലിയൊരു ഏരിയ മൊത്തം ഇപ്പോൾ ഇവർ കവർ ചെയ്ത് ഇവരുടെ മാത്രം ഏരിയ ആയിട്ട് വെച്ചിട്ട് ഒരുപാട് ദൂര സ്ഥലത്തുനിന്ന് വരെ ഇപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മെയിനായിട്ട് വീക്കെൻഡ്സിലാണ് ഇവിടെ സെയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇന്നും ഞാനൊരു മൺഡേ ആണ് പോയത്, അത് കാരണമാണ് ഇവിടെ ആൾക്കാർ ഇത്ര കുറവ്. ശരിക്കും ഡൽഹിയിൽ പാക്കേജ് ടൂറിനൊക്കെ വരുന്നവർക്ക് അവർ ഈ സൈറ്റ് സീയിങ്ങിൻ്റെ കൂടെ ഒന്നും ഈ മാർക്കറ്റൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് തന്നെ വരണം. ഇപ്പോൾ ഡൽഹി വിസിറ്റിന് വരുന്നവർക്ക് അക്കോമഡേഷനൊക്കെ മിക്കവാറും ഡൽഹിയിൽ തന്നെ ആയിരിക്കും. അവരുടെ പാക്കേജ് ടൂറുകാർ അവരുടെ ഗുഡ്ഗാവിലോട്ട് വരാത്തതിൻ്റെ കാര്യം അവർക്കൊരു ടോള് കൊടുക്കണം. ആ ടോൾ ഒരു നല്ല എമൗണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷേ കാറിലാണെങ്കിൽ നമുക്ക് വരാം. ഈ മാർക്കറ്റ് ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഒരു ഹാഫ് ഡേ എടുക്കും. ഈ ദീപാവലി പൂജ ആ സമയത്തൊക്കെ ഇപ്പം കാണുന്നത് പോലെയല്ല, ഒരുപാട് ഐറ്റം ഉണ്ടാവും ഇവിടെ. ഇങ്ങനെ ഫുൾ നിറഞ്ഞു കാണും. ആൾക്കാരും ഒരുപാടുണ്ടാവും, അവരുടെ സാധനങ്ങളും ഒരുപാട് കാണും. ഇതെല്ലാം വാൾ ഹാങ്ങിങ് ആണ്. അവരുടെ അടുത്ത് നമുക്ക് 2 ദിവസം സമയം കൊടുത്താൽ അവരതിൽ നമ്മൾ പറയുന്ന കളറൊക്കെ ചെയ്തു തരും. ഈ പ്ലേറ്റിനൊക്കെ പെർ പീസ് 100 റുപ്പീസിന് കിട്ടും. ഈ കപ്പുകൾക്കൊക്കെ 40 റുപ്പീസ്, 50. ഈ ഇരിക്കുന്ന ഇതൊക്കെ നമ്മളൊരു കളറ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കളർ ചെയ്ത് തരും. ഗോൾഡൻ കളർ, സിൽവർ കളറൊക്കെ ആക്കി തരും. ഈ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ദീപാവലി സമയത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ടേബിൾ മാറ്റ്സും ഉണ്ട്, അത് ഡോർ മാറ്റ്സും ഉണ്ട് ഇതിൽ. ഫ്ലവർ വേസ് ഇവിടെ തുടക്കത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇതാണ്. പോട്ട്സുകൾ മാത്രമായിരുന്നു ഫുട്പാത്തിൽ ഞാൻ കണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ മറ്റുള്ള ഐറ്റംസ് എല്ലാം വന്നു തുടങ്ങിയത്. സിറാമിക് പോട്ട്സാണ്. ഒരുപാട് കളക്ഷനുണ്ട്. അത് ഞാൻ ഒരുപാട് ഇതിൽ എടുത്തിട്ടില്ല, സിറാമിക് കളക്ഷൻസ് പോട്ട്സിൻ്റെ. പിന്നെ വുഡൻ ഫർണിച്ചറും വുഡൻ ഫർണിച്ചർ, പോട്ട് സ്റ്റാൻഡ്സ്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഡൽഹി കാണാൻ വരുന്നവർ ഈ ബഞ്ചാര മാർക്കറ്റ് കൂടി ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.